സോ ആഫ്റ്റർ എ ലോങ് ജേണി നമ്മൾ കോയമ്പത്തൂരെത്തി. അതായത് നമ്മുടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെത്തി. വൈബ് തന്നെയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പേരും നാളൊക്കെ എഴുതി കൊടുത്ത് എനിക്ക് എഴുതാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിഞ്ഞൂടാ, ഒരുപാട് നാളായെന്ന് തോന്നുന്നു പേനയൊക്കെ പിടിച്ചിട്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഗസ്റ്റ് ഹൗസിലോട്ടാണ് പോയത്. അതും ഒരു അടിപൊളി വൈബ് ഉണ്ടായിരുന്നു. വൈബുള്ളൊരു ഇതായിരുന്നു. ഉറങ്ങി അടിപൊളി. ഞാൻ എൻ്റെ സ്വപ്നത്തിലെ കോളേജ് ഇങ്ങനെയായിരുന്നു. അടിപൊളി ക്യാമ്പസ്, ഭയങ്കര സ്പേഷ്യസും ഇങ്ങനെ ഇരിക്കാനുള്ള ഇതും ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അടിപൊളി വൈബ് കേട്ടോ, നല്ല കോളേജ്. ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ ലൈറ്റും ഫെസിലിറ്റീസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഓണാക്കിയിട്ടില്ല. റൂം ടൂർ ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ നോക്കട്ടെ. പക്ഷെ ഇവിടെ പുറത്തൊക്കെ അടിപൊളി, നല്ല ഭംഗിയുണ്ട്. കബോർഡ്, ഇവിടെ വാഷ്റൂം, സ്റ്റഡി ടേബിളാ. പിന്നെ അതാ 3 ബെഡാണ്. എല്ലാത്തിൻ്റെ തലക്കീഴിലും ചാർജിങ് പോയിൻറ്റും സംഭവങ്ങളുണ്ട്. അതൊരു അടിപൊളിയാണ്. പിന്നെ ഇതാ ബാൽക്കണി ഉണ്ട്, പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്, ഒരു ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു വിൻഡോയും ഉണ്ട്, പക്ഷെ അതും അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കാൻ പറ്റൂല. അപ്പം ഇതാണ് റൂം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ക്വിക്കായിട്ട് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ കോൺഫറൻസിൻ്റെ. അപ്പം എവിടെയാണ് സ്ഥലം, ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് സ്ഥലം എവിടെയെന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരുങ്ങി ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം എല്ലാവരും റെഡിയായി. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് ക്യാൻറ്റീനിൽ നിന്ന് ഈ റോസ്റ്റും ചായയാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത്. പെട്ടെന്ന് കഴിക്കട്ടെ, ഇപ്പം കോൺഫറൻസ് തുടങ്ങാൻ സമയമാവും. അങ്ങനെ നമ്മളിതാ കോൺഫറൻസ് നടക്കുന്ന ബിൽഡിങ്ങിലെത്തി. അപ്പോഴാണ് അവിടെ ഒരു കോലം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മൈക്രോബയോളജി ആണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ ചുമ്മാ എടുത്തതാണ് ഒരു ക്ലിപ്പ്. അവിടെ കുറേ പ്രൊഫസർമാരാണെന്ന് തോന്നുന്നു, അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ അതെടുത്തതാണ്. കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു കുറച്ച് പ്രൊഫഷണൽ ആവാമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ പൊന്നെ, ഇപ്പോൾ ഉറങ്ങി വലിക്കും. ഇപ്പോൾ ബാക്കിലോട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ടീ ബ്രേക്കൊക്കെ കിട്ടി. അരമണിക്കൂർ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കാര്യമാണ്. എനിക്ക് ഉറങ്ങി മരിച്ചു. അപ്പോൾ ചായ, ഒരു ക്യൂട്ട് കപ്പിൽ ചായ തന്നിട്ടുണ്ട്. 2 കുക്കീസ് ബിസ്ക്കറ്റ് കഴിക്കും. ഞാൻ മറ്റേ ഫുഡ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞോലേ ഉണ്ട്. നെക്സ്റ്റ് ലഞ്ച് ബ്രേക്കായി. ലഞ്ചെന്നൊക്കെ പറയുമ്പം അവിടെ ഒരു 2 മണിക്കായിരുന്നു ലഞ്ചും കാര്യങ്ങളൊക്കെ. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പക്ഷേ എനിക്ക് എത്ര നല്ല ഫുഡ് കിട്ടിയാലും എനിക്ക് ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെടില്ല, ആ ഒരു മസാല കാര്യങ്ങളൊക്കെ. എന്തായാലും കഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ ബെസ്റ്റ് പാർട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും കഴിച്ച്. ഇപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്.
കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല, അവിടെ പ്രോഗ്രാം നടക്കണതേ ഉള്ളൂ. മടുത്ത് ഒന്നും മനസ്സിലാവില്ല അവർ പറയണത്. തമിഴ് കലർത്തിയ ഒരു ഇംഗ്ലീഷ്, അതുകൊണ്ടൊന്നും അല്ല, എന്ത് ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. ഞാൻ മറ്റേ കിളി പറന്ന പോലെ ഇരിക്കായിരുന്നു. ചാണകം. എങ്ങനെയെങ്കിലും റൂമിലെത്തട്ടെ. ഫോണിന് ചാർജില്ല, അതെങ്കിലും നടക്കട്ടെ. ഇവിടെ കുറേ പശു, പോത്ത്, എൻ്റെ അമ്മയെ കുത്തോ, മയില്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കാണാൻ പറ്റണേ? ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഭയങ്കര സ്പേഷ്യസ് ആണ്. അത് ഭയങ്കര സീനാണ് കേട്ടാ. കാണാൻ മാത്രമേ കൊള്ളാവുള്ളൂ. ഒരു 9 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ. സ്പേസ് ഇല്ലാതിരിക്കണതാണ് നല്ലത്. ഇതെപ്പോൾ തുടങ്ങിയെന്നാ നടക്കാം? 1/2 മണിക്കൂറായി അവിടെ നിന്ന് ഇവിടം വരെ നടക്കാൻ. Of more effective and more safer drugs, alternative drugs. We had formulated the isoniazid as. സോ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തത്. അപ്പം നമുക്ക് ആദിയോഗി അങ്ങനെ ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ച്. മീൻസ് ഒരു ശിവൻ്റെ ഒരു വിഗ്രഹമുള്ള സ്ഥലത്ത് പോകാം. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണെന്ന് കേട്ടു. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇന്ന് ടൈം കുറേ ലേറ്റായി. അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ തിരിച്ച് ബസ്സുണ്ടാവോ ഒന്നും അറിഞ്ഞൂടാ. ഡബിൾ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മിക്കവാറും പോകില്ല. പറ്റുമെങ്കിൽ നാളെ നോക്കും. അങ്ങനെയൊക്കെ. ഇപ്പം ഇനി ക്യാൻറ്റീൻ ഇല്ല. സോ പുറത്തുനിന്ന് ഫുഡ് വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് നടക്കാൻ. ഒരു ഫോട്ടോ പോലും എടുത്തില്ല, അതാണ് വേറൊരിത്. ഇന്നത്തെ ഡ്രസ്സ് ഇത്ര ഭംഗിയുള്ളൂ. നാളെ ഞാൻ ഒരു കണ്ണാപ്പി ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. ലൈറ്റൊക്കെ പോയി. ഇനി എന്താക്കും? അപ്പോൾ നമുക്ക് രാത്രിത്തേക്ക് ഫുഡൊന്നുമില്ല, ക്യാൻറ്റീൻ ഇല്ല. അപ്പോൾ നമ്മൾ ഫുഡ് ഇതാ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. സൊമാറ്റോ എല്ലാം നമ്മൾ ഇതുവരെ ഓർഡർ ചെയ്യാത്ത ഫോണിൽ നിന്ന് നമ്മൾ ഇതാ ഓർഡർ ചെയ്യണം. ആ ഒരു എന്താണ് പൈസയുടെ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്, ഗേറ്റിന്റെ അവിടെ ഞാൻ കൊത്തു പൊറോട്ട. നമ്മുടെ കോളേജ് ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ഒരു ഫ്രീഡം കിട്ടിയ ട്രിപ്പാണ് രാത്രി. സത്യം, രാത്രി ഞാൻ ആലപ്പുഴയൊക്കെ പോയപ്പോ കിട്ടിയിട്ടുണ്ട്. നമ്മള് KSTP ഉണ്ടായിരുന്നപ്പോ കിട്ടി. നന്ദുവിന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. നമ്മുടെ കോളേജൊക്കെ കണ്ടു പഠിക്കണം. സത്യം. യൂണിവേഴ്സിറ്റിയാണ്. അയ്യോ, അയാള് വെയിറ്റ് ചെയ്യണേണ്. നമ്മളിങ്ങനെ ആടിപ്പാടി നടക്കുകയാണ്. ഞാൻ കൊത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്ത്. നീ നൂഡിൽസ് അല്ല, ചിക്കൻ നൂഡിൽസ്. ഇവരൊക്കെ നൂഡിൽസിന്റെ ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഓടിപ്പോട്ട്. ഒരു സാധനം ഞാൻ എന്തൊക്കെ പറയണം. ഓടിപ്പോട്ട്. ഗൈസ്, ഇവിടെ ഓർഡർ ചെയ്തതിൽ ഏറ്റവും ട്രഡീഷണൽ പാക്കേജ് എനിക്കാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അത് ഇങ്ങനെ. അത് ഏറ്റവും രസമുള്ള ഫുഡ് എന്റേതാണ്. ഇപ്പൊ എന്റേത് വന്ന് കഴിച്ചിട്ട് പോണ്. അവരത് കൊള്ളൂല. ഹലോ, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് നമ്മുടെ ഇവിടുത്തെ സെമിനാറിൻ്റെ കോയമ്പത്തൂർ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പാക്ക് ചെയ്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ വന്ന് പറഞ്ഞ് ഇപ്പോൾ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വൈകിട്ട് ചെയ്താൽ മതി. അങ്ങനെ ബാഗും പൊക്കണമൊക്കെ കെട്ടി അവിടെ വെച്ചിട്ട് സോ നമ്മളുടെ നേരെ കോൺഫറൻസിലോട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കണം. ഫുഡ് ഇന്നലെ ഞാൻ നെയ് റോസ്റ്റല്ലേ കഴിച്ച്. ഇന്നതൊന്നും വേണ്ടാന്ന് വിചാരിച്ച്. കാരണം ഞാൻ ഫുള്ള് കഴിക്കില്ല. ഞാൻ എത്ര നല്ല ഫുഡ് കിട്ടിയാലും പുറത്തുനിന്ന് ഫുള്ള് കഴിക്കാറില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഫുള്ള് കഴിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല. സോ ഞാനിന്ന് പരിപ്പോടെയൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് അത്ര ഞാൻ കോൺഫിഡൻ്റ് അല്ല. കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടപ്പെട്ട്. പക്ഷേ അല്ലാതെ എനിക്ക് ഇന്നലത്തെ ആയിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം. ഇന്നലത്തേലാണെങ്കിൽ ഫോട്ടോസ് കിട്ടിയതുമില്ല.
കുറച്ച് സെൽഫി മാത്രം എടുത്ത് ഫിൽറ്റർ ഇട്ടിട്ട്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പപ്സാണ്, എഗ് പപ്സ്. അവിടെ വെറൈറ്റി ഓഫ് പപ്സ് ഉണ്ടായിരുന്നു, മഷ്റൂം അങ്ങനെയൊക്കെ. നമ്മുടെ എഗ് പപ്സ് വാങ്ങി ഇത് തന്നെ ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിതാ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ആരും വന്നിട്ടില്ല. കുറേ നേരം ഇവിടെ പോസ്റ്റ് അടിച്ചിട്ടിരിക്കുന്നു. lot of screening will be required to find out which bacteria suits your purpose. So whether you want to have bacteria with the promoter protein. And again, these studies are done. And this when it goes to the mass. സോ നമ്മളിറങ്ങി. കുറച്ച് പറ്റണില്ല അവിടെ ഇരിക്കാനായിട്ട്. ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നമുക്ക് മുമ്പായിട്ട് കുറച്ചൊരു മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ വഴിയൊന്നും അറിഞ്ഞൂടാ. നമ്മൾ 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ വന്നിട്ട്. അപ്പം വഴിയും ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അയ്യോ, വഴി തെറ്റി. അവരെവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരടുത്തോട്ട് പോവാം. പറ്റണില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല ഒരു പറയണ കാര്യങ്ങളൊക്കെ. വലിയ വലിയ സയൻറ്റിസ്റ്റുകാരല്ലേ. പിന്നെ ഒരു വൃത്തിക്കൊരു നല്ല ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. Oh, he's a bro. I will subscribe. Okay, to your channel. Thank you. Yeah, you have to show them. He's your friend. He is my friend from Tanzania. Yeah. Okay, So thank you. You're going to subscribe. I will subscribe to your channel, YouTube channel. Okay, thank And you. I will share with my friends to support you. Thank you. ഇതാണ് ഇന്ന് ഉച്ചത്തെ ഫുഡ്. ഇവിടെ സ്വീറ്റ് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു. ഇന്നലെയും സ്വീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ഒരു കട്ട്ലറ്റ് ഉണ്ട്, പൊറോട്ട ഉണ്ട്. പിന്നെ ഇതെന്താണ് ഫ്രൈഡ് റൈസാ? എന്തൊരു സാധനമുണ്ട്. ഇന്നത്തത് കൊള്ളാം. പിന്നെ അതാ വേറെ അല്ലാതെ തൈരും ചോറും രസമൊക്കെ ഉണ്ട്. നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കണം. ഹർഷയാണ്, ഫോക്കസ് ആവണുണ്ടോ നോക്കട്ടെ. നമ്മളൊരു ഫോറിൻ ലുക്കില്ലേ? എങ്ങനെ വേണ്ട? പട്ടി കിടക്കണൊക്കെ, പട്ടിയും പശുക്കളും കളിക്കണം. ഈ കിളികളും എന്താ ഒരു ആംബിയൻസ്. അറ്റ് ലാസ്റ്റ് നമ്മളെ കോൺഫറൻസിൻ്റെ വൈൻഡപ്പ് സെക്ഷൻ എത്തി. അങ്ങനെ ഷഹാനത അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയാണ്. കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഒന്ന് കഴിയാനായിട്ട്. എനിക്കത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. സർട്ടിഫിക്കറ്റ് കിട്ടി, അത്ര തന്നെ. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നില്ല എനിക്ക് പേഴ്സണലി. കണ്ടാ? അപ്പോൾ കഴിഞ്ഞു, സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മള് ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു പോവാൻ പോവേണ്. ഇനി ചിലപ്പോ നമ്മൾ പോവോ? നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആദിയോഗല്ലേ? ആദിയോഗി. അവിടെ നമ്മൾ പോവും എന്ന് വിചാരിക്കുന്നു. ഇതാ ചാവിയുണ്ട്. ഓക്കെ, ഇനി അവിടെ പോകുമ്പോൾ ഞാൻ ബാക്കി വ്ളോഗ് എടുക്കാം. നമ്മൾ സ്പീഡിൽ പോവാം. നമ്മൾ പോയില്ല. ആ കോൺഫിഡൻസ് ഉണ്ടപ്പോഴേ അറിയായിരുന്നു പോവില്ല എന്ന്. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നത് ആ ഒരു ജ്യൂസൊക്കെ കുടിക്കുകയാണ്. രാത്രി വേറെ ഫുഡൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു ട്രെയിൻ ഞാൻ കണ്ടിട്ടില്ല. ഇത് സീനടി. ട്രെയിൻ തിരിച്ച് ജനറലിലായിരുന്നു യാത്ര. അപ്പം സീറ്റ് കിട്ടിയില്ല ആസ് യൂഷ്വൽ. അങ്ങനെ നമ്മളിത് അതിൻ്റെ ട്രെയിനിൻ്റെ ബാഗൊക്കെ വെക്കണ ലഗേജിൻ വെക്കണ സ്ഥലത്ത് കയറി ഇരിക്കുകയാണ്. അങ്ങനൊരു 2 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താഴോട്ടിറങ്ങി, സീറ്റൊക്കെ കിട്ടി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി.